എൻ്റെ അയൽവാസി 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആളാണെന്ന് കണ്ടപ്പോൾ ഞാൻ നിരീശ്വരവാദിയായി. എൻ്റെ അയൽവാസി 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിം ആയതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയായി. അതെന്താ ഡോക്ടർ അങ്ങനെ ഉപദ്രവം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയ നിസ്കാരത്തിലൂടെയാണ് ദീനിനെ. ഇപ്പൊ നിസ്കാരം എല്ലാവർക്കും ഫിറ്റാണ്. ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച രാമാണല്ലോ, 3 മണിക്ക് എണീറ്റവർ ഈ കൂട്ടത്തിലുണ്ടാവും. 4 മണിക്ക് എണീറ്റവർ 99% എന്തുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ്, തഹജ്ജുദ് നിസ്കരിക്കണം, ദുആ ഇറക്കണം ഒക്കെ തന്നെ. ഇതൊന്നും തെറ്റല്ല. പക്ഷെ അതേ സമയത്ത് ദീൻ നമ്മളിലില്ല. ഇനി ഇതിലും വലിയൊരു നഷ്ടം എന്താ പറയാനുള്ളത്? ഒരു ഡോക്ടർ പറയാ, ഒരു ക്രിസ്ത്യാനിയ നാമമുള്ള ഡോക്ടർ പറയാ. എന്താണ് അയാൾ പറയുന്നത്? ഞാൻ എന്റെ മതം ഒഴിവാക്കി, മതവിശ്വാസികൾക്ക് അങ്ങനെ തന്നെ ഒരു നന്നാവില്ല. إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي حسبي ربي جل الله حسبي ربي جل الله 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 ദീനിനെ മനസ്സിലാക്കിയെടുത്ത് വലിയൊരു ശതമാനം ആളുകളും ആനയെ കണ്ട കുരുടന്റെ അവസ്ഥയാണ്. ഇത് പിശാചിന്റെ ഒരു സ്വാധീനവുമാണ്. അവിടെയൊക്കെ പിശാച് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തൂടെയും ഇടത്തൂടെയും ഞാൻ പ്രവേശിക്കും, നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട്. നന്ദി ചെയ്യാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പിശാച് എങ്ങനെയായാലും മനുഷ്യൻ 6 ഭാഗങ്ങളാണ് മനുഷ്യൻ. അതിൽ 4 ഭാഗത്തൂടെയും പിശാച് കയറും. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം സൂറത്തുൽ അറാഫ്. അപ്പൊ ഇങ്ങനെ കയറും, ഇങ്ങനെ കയറും, ഇങ്ങനെ കയറും, ഇങ്ങനെ കയറും. വലാ തജിദു അക്സറഹും ശാകിരീൻ. ഭൂരിപക്ഷത്തിനും നിനക്ക് നന്ദി ചെയ്യാൻ സമ്മതിക്കൂല എന്ന് പിശാച് പറഞ്ഞു. അത് അംഗീകരിക്കുന്ന രൂപത്തിൽ പിന്നീട് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനവും വന്നു. ഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. എൻ്റെ ദാസന്മാരിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. വളരെ വളരെ ഖലീൽ ഖലീൽ ഖലീൽ. മാ ഖല്ല എന്ന് പറഞ്ഞാലും ഖലീൽ എന്ന് പറഞ്ഞാലും രണ്ടർത്ഥമാണ്. മാ ഖല്ല കുറവാണ്, ഖലീൽ വളരെ കുറവാണ്. നന്ദി ചെയ്യാൻ സമ്മതിക്കും. ദീൻ എന്നാൽ എന്താ? നന്ദി. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറൻ. ദീൻ എന്നാൽ നന്ദി. നന്ദി ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു നന്ദിയുള്ളവർ വളരെ കുറവാണ്. ദീനിനെ മനസ്സിലാക്കിയവർ കുറവാണ്. എന്താണ് ഈ ദീൻ എന്ന് മനസ്സിലാക്കി. കുരുടൻ ആനയെ കാണാൻ പോയതുപോലെയാണ് സത്യത്തിൽ ഭൂരിപക്ഷത്തിനും സംഭവിച്ചിട്ടുള്ളത്. അതെന്നും ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുക. ചിലർ നിസ്കാരത്തിലൂടെ ദീനിനെ മനസ്സിലാക്കി, ചിലർ ഉപവാസത്തിലൂടെ ദീനിനെ മനസ്സിലാക്കി, ചിലർ സദഖയിലൂടെ ദീനിനെ മനസ്സിലാക്കി, ചിലർ ദിക്ർ സ്തോത്രങ്ങളിലൂടെയും ദീനിനെ മനസ്സിലാക്കി, ചിലർ പരോപകാരത്തിലൂടെ ദീനിനെ മനസ്സിലാക്കി. ഒക്കെ നല്ലതല്ലേ, 100% നല്ലതാണ്. പക്ഷേ എന്താണ് ഈ ദീനിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നിടത്ത് പിഴവ് സംഭവിച്ചു. അങ്ങനെ
അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താ? നിസ്കാരത്തിലൂടെ ദീനിനെ മനസ്സിലാക്കുമ്പോൾ വലിയ പിഴവ് സംഭവിക്കും. നിസ്കാരത്തിലൂടെ ദീനിനെ മനസ്സിലാക്കുമ്പോൾ വലിയ പിഴവ് സംഭവിക്കും. എന്തുകൊണ്ട്? ബാഹ്യ ചേഷ്ടകളിൽ അവർ ഒതുങ്ങുകയും അവർക്ക് വലിയ അബദ്ധം സംഭവിക്കുകയും ചെയ്യും. അത് സംഭവിച്ചിട്ടുണ്ട് വലിയ ഒരു ശതമാനം. എന്നാൽ നിസ്കാരം, ഇതിൻ്റെ അർത്ഥം നിസ്കാരം നിസ്സാരമാണെന്നോ? ഒരിക്കലുമല്ല. നിസ്കാരം വലിയ കാര്യമാണ്. പക്ഷെ ബോഡി കൊണ്ട് ചെയ്യുന്ന കർമ്മം എന്നല്ലേ പറഞ്ഞത്? അഫ്ളലുൽ അഅ്മാലിൽ ബദനിയ്യത്തി കുല്ലിയ, ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം എന്നാൽ എന്താണ്? ശരീരം ഒരു മർമ്മപ്പെട്ട സാധനയല്ല. നമ്മൾ പറയുമ്പോൾ നമ്മളത് ചിന്തിക്കണില്ല. നിസ്കാരം നിസ്സാരാന്ന് പറയല്ല. ആത്മാവിൽ ദീൻ പ്രവേശിച്ചാൽ നിസ്കാരവും വലുതാണ്. ആത്മാവിൽ ദീൻ പ്രവേശിച്ചാൽ നിസ്കാരം വലുതാണ്. ആത്മാവിൽ ദീൻ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഒന്നും വലുതല്ല, ഒന്നും വലുതല്ല. അപ്പൊ ഇവിടെ നമുക്ക് വലിയ പിഴവ്. നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ സംഘടനകളുണ്ട്, നോമ്പിലേക്ക് ക്ഷണിക്കാൻ സംഘടനകളുണ്ട്, എനിക്ക് ക്ഷണിക്കാൻ ചാനലുകളുണ്ട്. എന്താണ് ഈ ദീൻ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വരുന്ന പ്രശ്നം, കാലത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ദീൻ അല്ലാത്തതിനെ ജനങ്ങൾ ദീനാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എത്തേണ്ടടത്തേക്ക് അവരെത്തൂല. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ചില ആളുകൾ നിസ്കാരത്തിലൂടെ ദീൻ മനസ്സിലാക്കും. അതേസമയത്ത് അവർ വലിയ ദുസ്വഭാവികളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അവർക്ക് കൃത്യമാണ്, ക്ലിയറാണ്. അപ്പോൾ ഞാൻ ക്ലിയറാണെന്ന് അവർ ധരിക്കും. എൻ്റെ അടുത്ത് സാധാരണ വരുന്ന ഒരു കൊടുവള്ളിയിൽ നിന്ന് വരുന്ന ഒരു ആൾ, എൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ, ഈ അടുത്ത കാലത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയെയും കൊണ്ട് ആശുപത്രിയിൽ കൊടുവള്ളിയിലെ ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ക്രിസ്ത്യാനിയായ ഡോക്ടർ പറഞ്ഞു, ക്രിസ്തീയ നാമമുള്ള ഡോക്ടർ പറഞ്ഞു, എൻ്റെ അയൽവാസി 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആളാണെന്ന് കണ്ടപ്പോൾ ഞാൻ നിരീശ്വരവാദിയായി. ഒന്നും കൂടി പറയും, അയാൾ ഇന്നലെയും ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അടുത്ത ആഴ്ച അയാളെ ഇവിടെ ഹാജരാക്കിയിട്ട് ഞാൻ പറയിപ്പിക്കാം. ഉമ്മയും കൂടെ വളരെ ചിന്തിക്കണം. എന്താണ് അയാൾ പറഞ്ഞ വാക്ക്? എന്താണ് അയാൾ പറഞ്ഞ വാക്ക്? ഉമ്മയും കൊണ്ടിപ്പം ഇയാളെ തലയെ കിട്ടുന്നൊക്കെ ഒരാളാണ്. അപ്പൊ പിന്നെ ഒരു മതവിശ്വാസിയാണ്. അപ്പൊ ഇയാൾ മനസ്സിലുള്ള പുറത്തേക്ക് ചാടി. ഈ ഡോക്ടർ പറഞ്ഞു, എൻ്റെ അയൽവാസി 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിം ആയതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയായി. അതെന്താ ഡോക്ടർ അങ്ങനെ ഉപദ്രവം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നും കൂടി പറഞ്ഞു. ഇനി ഇയാളിലേക്ക് തിരിച്ചു വരി. ഇയാൾ ദീനിനെ മനസ്സിലാക്കിയത് പറയും. ഞങ്ങളിലൂടെ നിസ്കാരം അങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയ നിസ്കാരത്തിലൂടെയാണ് ദീനിനെ. അപ്പൊ നിസ്കാരം എല്ലാവർക്കും ഫിറ്റാണ്. ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച രാമാണല്ലോ, 3 മണിക്ക് എണീറ്റവർ ഈ കൂട്ടത്തിലുണ്ടാവും. 4 മണിക്ക് എണീറ്റവർ 99% എന്തുകൊണ്ട്? വെള്ളിയാഴ്ച രാവാണ്, തഹജ്ജുദ് ദ്വാർക്കണം ഒക്കെ തന്നെ. ഇതൊന്നും തെറ്റല്ല. പക്ഷെ അതേ സമയത്ത് ദീൻ നമ്മളിലില്ല. ഇനി ഇതിലും വലിയൊരു നഷ്ടം എന്താ പറയാനുള്ളത്? ഒരു ഡോക്ടർ പറയാം, ഒരു ക്രിസ്ത്യാനിയ നാമമുള്ള ഡോക്ടർ പറയാം. എന്താണ് അയാൾ പറയുന്നത്? എൻ്റെ അയൽവാസി 5 നേരത്തും നിസ്കരിക്കുന്ന, ഒരു കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിം ആയപ്പോൾ ഞാൻ നിരീശ്വരവാദിയായി. ഞാൻ അടിസ്ഥാനമായ ദൈവവിശ്വാസമുള്ള ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെ എൻ്റെ അയൽവാസിയെ കണ്ടപ്പോൾ ഞാൻ നിരീശ്വരവാദിയായി. ഈ 5 വക്ത നിസ്കാരത്തിലുള്ള ആളെ കണ്ടപ്പോൾ ഞാൻ മുസ്ലിം ആകുകയല്ല ചെയ്ത്. പിന്നെ ഞാൻ എന്താണായത്? ഞാൻ എൻ്റെ മതം ഒഴിവാക്കി.
മതവിശ്വാസികൾക്കും അങ്ങനെ തന്നെ, ഒരു നന്നാവില്ല എന്ന് തീരുമാനിച്ചു. അവിടെ പേടിച്ചു. ഇപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. നിസ്കാരം വലിയൊരു വിഷയമാണ്. വലിയ വിഷയമല്ലേ? ആണ് ആണ്. നീ ക്ലാസ്സിൽ ചേർന്ന് സ്കൂളിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിലുള്ള എല്ലാ പഠിപ്പിക്കലും നിനക്ക് വിഷയമാണ്. അവിടുന്ന് എഴുതി തരുന്ന ഹോംവർക്കുകൾ നിനക്ക് വിഷയമാണ്. സ്കൂളിൽ ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് വിഷയമാണ്? മനസ്സിലാവണില്ല. സ്കൂളിലെ ജനലിന് തൊട്ടപ്പുറത്ത് ചായക്കച്ചവടം ചെയ്യുന്ന ഒരാളുടെ കുട്ടി ചായ ഗ്ലാസ് കഴിയുന്നതിനിടയിൽ മാഷുടെ ഇതെല്ലാം പഠിപ്പിക്കുന്നത് കേൾക്കുന്നുണ്ട് സങ്കല്പിക്കുക. അവന് ഹോംവർക്ക് ചെയ്യുമ്പോൾ പറയുമ്പോ ഇവനും ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അധ്യാപക ദിനത്തിന് പൈസ വേണമെന്ന് പറയുമ്പോ ഇവനും 100 രൂപ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ എന്തായിട്ടില്ല. ഒരു പക്ഷേ ആ കൂട്ടത്തിൽ ഉള്ള ആ ക്ലാസ്സിലുള്ള പല കുട്ടികളെക്കാളും ഇവൻ ഹോംവർക്കിന് ഉഷാറാണ്, പൈസ കൊടുക്കാൻ ഉഷാറാണ്. മാർച്ച് 3-ാം തീയതി നമ്മുടെ ഒരു ടീച്ചർ വിരമിച്ച് പോകുന്നുണ്ട്. അവന് സെന്റ് ഓഫ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനവന് ആരെക്കാളും പൈസ കൊടുത്തത് അവനാണ്. ക്ലാസ് പഠിപ്പിച്ച് അണ്ണാക്കിൽ വെള്ളം പറ്റുന്ന മാഷിക്ക് ഇടക്കിടക്ക് ഒരു ചായ കൊണ്ട് വെറുതെ 10 പൈസ വാങ്ങാതെ കൊണ്ടേ കൊടുക്കുന്നതും ഇവൻ തന്നെയാണ്. കർമ്മങ്ങളിൽ ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെക്കാൾ ഇവൻ ഉഷാറാണ്. പക്ഷെ ഇവൻ എന്താ പ്രശ്നം? ഇവൻ ഇതുവരെ സ്കൂളിൽ ചേർന്നിട്ടില്ല. പിന്നെന്താ എന്തിനർത്ഥം? ക്ലാസ്സിൽ ചേർന്നാൽ ഇതൊക്കെ നല്ലതാണ്. ക്ലാസ്സിൽ ചേരണം. ഇവിടെ നമുക്ക് വലിയ പിഴവ് പറ്റി. ഈ പിഴവ് ഞാനീ പറഞ്ഞതുകൊണ്ടൊന്നും തിരുത്തുന്ന എനിക്ക് അഭിപ്രായമില്ല. അതൊന്നും തിരുത്തില്ല, അജന്തിത്വമൊന്നുമില്ല. വളരെ ചിന്തിക്കണം എന്നിക്കാണ് ഈ പറയുന്നത്. നമ്മൾ ദീനിനെ മനസ്സിലാക്കണം. ദീനിനെ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദീനിന്റെ കട്ട നൽകി. പഴയ കാലത്തുണ്ടായിരുന്നു ഈ സൂപ്പർ വെയ്റ്റിന്റെ കട്ടകൾ. ഒരു കാലം എനിക്ക് തോന്നുന്നത് 1980, 81, 82, 83, 84, 85 അങ്ങനെയാണ്. പിന്നെയാണ് മറ്റേ ഉജാല വരുന്നത്, ലിക്വിഡ് ഉജാല വരുന്നതൊക്കെ 85-ന്റെ ശേഷം, ചിലപ്പോൾ 1990-യുടെ തൊട്ട് ബിഫോർ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഉജാല വരുന്നത്. ഉജാല വരുന്നതിന് മുമ്പ് സൂപ്പർ വൈറ്റിൻ്റെ കട്ടകളായിരുന്നു. കട്ട എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈറ്റിൻ്റെ മനസ്സിലായില്ല. വസ്ത്രം അലക്കിയതിന് ശേഷം വസ്ത്രം നന്നാക്കാൻ വേണ്ടി നമ്മൾ നീലം ഉപയോഗിക്കും. പഴയ കാലത്ത് നീലക്കട്ടയാണ്. നീലത്തിന് കൊണ്ട് ഒന്നുകൂടി അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ വൈറ്റ് കട്ടകൾ വന്നത്. ഈ സൂപ്പർ വൈറ്റ് കട്ടകൾ എന്ത് ചെയ്യുന്ന പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. ഒരു കടലാസിൽ പൊഞ്ഞ് കിട്ടും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അതൊരു നല്ല വൃത്തിയുള്ള ഒരു മുണ്ടിൽ കിട്ടും. മുണ്ട് കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? വസ്ത്രം അലക്കിയതിന് ശേഷം തൊട്ടിയിലേക്ക് ഇതൊന്നിങ്ങനെ മുക്കും, പിന്നെ എടുത്തു വെക്കും. ഞാൻ അപ്പുറത്തെ തൊട്ടിയിൽ മുക്കിയിട്ട് എടുത്തുവെച്ചാലും മതി. ഈ കല്ല് എതിനെ തൊട്ടാലും ആ വെള്ളം അലങ്കൃതമായ രൂപത്തിൽ വസ്ത്രത്തെ മെച്ചപ്പെടുത്തും. എന്തേ വേണ്ടുള്ളൂ? ഈ കട്ടൊന്ന് തൊടുക. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അല്ലാഹു സത്യദീനിന് ഒരു കട്ട നൽകി. അതാണ് മുഹമ്മദ്. അത് മനസ്സിലാക്കണം. അത് ഖുർആൻ പോലും അല്ല. ഖുർആൻ കൊണ്ട് മനുഷ്യൻ പിഴക്കാൻ സാധ്യതയുണ്ട്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? ഖുർആനെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. നിങ്ങൾ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ ഒരു 25 പരിഭാഷകൾ എടുക്കൂ. ആ 25 പരിഭാഷകളുടെയും എക്സ്പ്ലനേഷൻ 25 ശരിയായിരിക്കും. ഒരു കൃത്യമായ ഡയറക്ഷൻ പറയാൻ പലർക്കും കഴിയില്ല. എന്തുകൊണ്ട്? പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണ്? കാഴ്ചപ്പാടാണ്. അറബി ഭാഷയിൽ മാത്രമല്ല, ലോകത്തെ അത്യപൂർവമായ സാഹിത്യ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ സാഹിത്യ ഗ്രന്ഥത്തിനെ ഒരാൾക്ക് എങ്ങനെയും വളക്കാം. സാഹിത്യം ആവുമ്പോൾ നിങ്ങൾ എഴുത്ത് മുഴുവനും കൂടി സാഹിത്യമാവില്ല.
മല്ലി 2 കിലോ, മുളക് 2 കിലോ, വറ്റൽ മുളക് 1.5 കിലോ, ശർക്കര 5 കിലോ, പഞ്ചസാര 1 കിലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പീടിയൊക്കെ അയച്ചു കൊടുക്കുന്ന അതൊരു എഴുത്ത് തന്നെ. പക്ഷെ ഞാൻ ഇതിന് വളച്ചൊടിക്കാൻ ഒന്നുമില്ല. അത് പഞ്ചസാര 2 കിലോ എന്ന് പറഞ്ഞാൽ 1.25 കിലോ എന്നല്ല, പറയേ 2 കിലോ തന്നെ. അത് മുളക്, വറ്റൽ മുളക് 1 കിലോ എന്ന് പറഞ്ഞാൽ 1.25 കിലോ എന്നല്ല, അങ്ങനെ തന്നെയാണ്. കാരണം അത് എന്തുകൊണ്ട്? അത് സാഹിത്യമല്ല. ഇമ്രുൽ ഖൈസിനെ കൊന്നതിനെ കുറിച്ചൊരു കഥയുണ്ട്. ഇമ്രുൽ ഖൈസിനെ 2 ആളുകൾ അടിച്ചു കൊന്നു. അപ്പോൾ കൈസിനോട് ചോദിച്ചു തരാം, കഥയാണ്, അല്ലാഹു അഅലം എന്താണ് സംഭവിച്ചത്. അപ്പൊ കൈസിനോട് ചോദിച്ചാറേ, നിങ്ങൾക്കൊരു അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ കൈസ് പറഞ്ഞു, ഉണ്ട്. എന്താണ്? ഞാനൊരു അരവരി കവിത തരും, അത് നിങ്ങൾ എൻ്റെ പെൺകുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഈ 2 ആളുകൾ അന്ത്യാഭിലാഷം നടത്തണില്ല. അങ്ങനെ ഇമ്രുൽ ഖൈസിനെ ഇവർ കൊന്നു, കുഴിച്ചിട്ടു. ഒരു കഥയാണ്. എന്നിട്ട് ഈ അരവരി, ഏതായാലും ജീവൻ പോയല്ലോ, ഇനി ഉപദ്രവമല്ല, അന്ത്യാഭിലാഷം നടത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഈ അരവരി കവിതയും കൊണ്ട് ഇവർ ഇമ്രുൽ ഖൈസിന്റെ വീട്ടിലേക്ക്. എന്താ അരവരി കവിത? ابنات امرئ القيس إن أباكما. അത്രേ ഉള്ളൂ. ابنات امرئ القيس إن أباكما. അത്രേ ഉള്ളൂ കവിത. അപ്പൊ ഗോതമ്പ് ഉരലിലിട്ടിട്ട് കുത്തുന്ന നേരത്താണ് 2 പെൺകുട്ടികൾ ഗോതമ്പ്, അങ്ങനെ അതാണ് കഥ. ഗോതമ്പ് ഉരലിലിട്ട് കുത്തുന്ന നേരത്താണ് ഈ 2 കൊലയാളികൾ വീട്ടിൽ ചെന്നത്. എന്റെ പോന്ന് വെച്ചു, നിങ്ങളെ ബാപ്പ ഒരു അരവരി കവിത കൊന്നു കുഴിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെ ബാപ്പ ഒരു അരവരി കവിത എന്നിട്ടുണ്ട്, അവിടെ ഏൽപ്പിക്കാൻ വന്നാണ് കാരണം. എന്തേന്ന് വെച്ചു, ഏതാ കവിത? അപ്പോൾ ഇവര് പാടി. ബാപ്പ ഞങ്ങളടുത്ത് അന്നേൽപ്പിച്ച കവിത എങ്ങനെയാണ്? ابنات امرئ القيس إن أباكما. അപ്പൊ പെൺകുട്ടികൾ ഒലക്കാൻ കൈ പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് ചെറിയ പെണ്ണ് പാടി, قتيل فإن القاتلين لديكما. യബ്നത്തെ ഇമ്രിൽ ഖൈസ് ഇന്ന അതാണ് സാഹിത്യം. യബ്നത്തെ ഇമ്രിൽ ഖൈസ് ഇന്ന അബാകുമാ. ഇമ്രുൽ ഖൈസിന്റെ 2 പെൺകുട്ടികളെ നിങ്ങളുടെ ബാപ്പ, ഇത്രയിലുള്ളൂ. അപ്പോൾ പെൺകുട്ടി ചെറിയ മോള് തിരിച്ചു പാടി, ഖതീലുൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഫഇന്നൽ ഖാതിലൈനി ലദൈകുമാ. കൊന്നോ 2 ആളും ഇവരെന്നെയാണ്, ഒലക്കൊണ്ട് അടിച്ചു വന്നു ആ കഥ. മനസ്സിലായില്ല? ഇതൊരു കഥയാ. പക്ഷെ സാഹിത്യത്തിന്റെ മഹത്തായ സിദ്ധികളെ കുറിച്ചുള്ള ഒരു സ്വാഭാവികമായ സാഹിത്യത്തിന്റെ കഴിവ്. ഇതൊക്കെ ഇമ്രുൽ ഖൈസിന്റെ സാഹിത്യം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനേക്കാളും വലിയ സാഹിത്യമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ വാങ്ങി സങ്കല്പിക്കും, നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയൂല. അപ്പൊ ദുബായിൽ നിന്ന് വന്ന മൊബൈലൊക്കെ കണ്ടിട്ടുള്ള അത്യാവശ്യം മൊബൈൽ കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്ന ഒരാളെ കിട്ടിയപ്പോൾ ഓൻ്റെ കൈ കൊടുത്തു. ഓനത് അസംബ്ലി ചെയ്തപ്പോൾ എന്താ ഉണ്ടായിരുന്നറിയോ? പല ചേരുവകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കാരണം ഇവൻ മൂക്കില്ല രാജ്യത്ത്, മുറിമുഖ രാജാവ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വേണ്ടതൊന്നും കിട്ടൂല. ഡയൽഡ് ഓപ്ഷൻ മഴയ്ക്ക് അടിച്ചാൽ കിട്ടൂല, മിസ്ഡ് ഓപ്ഷൻ കൃത്യമായി കാണിക്കൂല, അലാറം വെച്ചാൽ നേരത്തിന് അലാറം ആവൂല, എല്ലാം ഡിസോർഡറായി. എന്തുകൊണ്ട്? പണിയെടുത്തതാരാ? നിങ്ങളോട് പറഞ്ഞുപോയി എന്നുള്ളൊരു തെറ്റുണ്ട്. പണിയെടുത്തതാരാ? ഇത് അസംബ്ലി ചെയ്തതാരാ? ഇത് പണിയെടുത്തതാരാ? മനസ്സിലാണ്ട് പറഞ്ഞു. പണിയെടുത്താരാ? ഒരന്തംഗമ്മി. ഓനിതിനെ പറ്റി അത്ര വലിയ വിവരമൊന്നുമില്ല. എന്നാലും ഈ നാട്ടിലെ മുറിമുക്കൻ രാജാവാണ്. വിജയന്റെ ഒരു കഥയിലുണ്ട്, ഒരു ഇംഗ്ലീഷ് പഠിച്ച ഒരാളെടുത്ത്, ഒരല്പം ABCD പഠിച്ച ഒരാളെ
ഇംഗ്ലീഷിൻ്റെ ഒരു കടലാസ് കിട്ടിയപ്പോൾ ആരോ ഓടിച്ചെന്ന് കൊടുത്തു, എന്താ എഴുതിയത്? അപ്പോൾ അയാൾ APPCP എന്നിങ്ങനെ വായിച്ചു. എന്താ അർത്ഥം അയാൾക്ക് കിട്ടൂല. എന്താ കിട്ടാക്കാൻ കാരണം? ഇത് ജർമ്മൻ ഭാഷയെന്ന് ഈ വിഡ്ഢിക്ക് മനസ്സിലായിട്ടില്ല. കാരണം റോമൻ ആൽഫബറ്റ്സിനെ കടമെടുത്തതാണ്, എല്ലാം കൂടി ഇംഗ്ലീഷ് ആവില്ല. അത് മനസ്സിലാക്കാനുള്ള അന്ത ഇയാൾക്കില്ല. എന്നാ അവനാ നാട്ടിൽ ഇംഗ്ലീഷ് അറിയണ ആളുമാണ്. എൻ്റെ നാട്ടിലെ ഒരാള് ഒരു പണിയും കിട്ടാതെ നാട് വിട്ട് വരെ കത്തുണ്ട്. അങ്ങനെ മൈസൂർ ചെന്നപ്പോൾ ഒരു ഉറുദു മാഷ ലീവ്, ഒരു വേക്കൻസി ഉണ്ട്, അവിടെ കയറാൻ പറ്റുമോ ചോദിച്ചു. അത് പറ്റുന്നു. അപ്പൊ അവിടെ കയറി. പിന്നെ ഉറുദു ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അവിടെ കയറി. അവിടെ കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികളെ എന്താ പഠിപ്പിച്ചത്? പഴയ പാടൊക്കെ കുട്ടികളെ കൊണ്ട് പിന്നെ ഒക്കെ 1-2 മാസം ശമ്പളം വാങ്ങി. അപ്പോഴാണ് വേറൊരാള്, പരിസരത്തെ ഒരാള് നല്ല മാഷ കൊണ്ട് അജ്മീർക്കൊരു കത്തെഴുതിക്കാന്ന് വിചാരിച്ചിട്ട് ഉറുദുവിൽ കത്തെഴുതിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ വന്ന ഉടനെ ഇപ്പം ചോദിച്ച്, നമുക്ക് ഉച്ചക്കഞ്ഞി കുടിച്ചിട്ട് പോരെ? ആയിക്കോട്ടെ. രാവിലത്തെ നാസ്ത കഴിച്ചപ്പോ ഓൻ വണ്ടി വിട്ട്. എന്തുകൊണ്ട്? ഓൻ ഉറുദു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ 2 മാസത്തെ ശമ്പളം കിട്ടി. ഈ ജാതി ആളുകളാണ് ഖുർആൻ പലപ്പോഴും കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് ഖുർആന്റെ കുഴപ്പമല്ല, ഖുർആൻ കൈകാര്യം. ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി മനുഷ്യരെ പഠിപ്പിക്കൂല. അതാണ് മുഹമ്മദ്. ഈ മനുഷ്യൻ പ്രചരിപ്പിക്കപ്പെടേണ്ടത് ഇസ്ലാമിന്റെ മർമ്മാണ്. അത് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അത് ഈ ഓരോ കാലത്തും മാറി മാറി മനസ്സിലാക്കണം. എൻ്റെ തിരുദൂതർ എന്നൊരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം ഉണ്ടെങ്കിൽ കൊണ്ടുവരി. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരി പെട്ടെന്ന്. 1 മിനിറ്റ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നബിയെ മനസ്സിലാക്കിയതുപോലെ ഈ നൂറ്റാണ്ടിൽ മനസ്സിലാക്കിയ മതിയാവൂല. പെട്ടെന്ന് 1 മിനിറ്റ്. ഓരോ കാലത്തിന് ജനങ്ങൾക്ക് ചോയ്സ് മാറും. ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഖുർആനല്ല. ഖുർആൻ തെറ്റാണ്. ഖുർആൻ മനസ്സിലാക്കുന്നത് തെറ്റാന്ന് പറയില്ല, മുഹമ്മദിയത്തിലൂടെ മനസ്സിലാക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദിയത്ത് മാറ്റിവെച്ചാൽ ഖുർആൻ കൊണ്ട് ജനങ്ങൾ പിഴക്കുമെന്ന് ഖുർആനിലില്ലേ? യുളില്ലു ബിഹി കസീറാൻ വയഹ്ദി ബിഹി കസീറാൻ. ഇത് കൊണ്ട് ജനങ്ങൾ പിഴക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, യഹ്ദി ബിഹി കസീറൻ എന്ന് പറഞ്ഞിട്ട് യുളില്ലു ബിഹി കസീറൻ പറഞ്ഞുകൂടായിരുന്നു പടച്ചോന്? അപ്പോ അതിന്റെ കവർ എടുക്കടോ, മനസ്സിലാവണല്ലേ പറഞ്ഞു? മനസ്സിലായില്ല? ഇങ്ങോട്ട് നോക്ക്. കവറാ വേറൊന്നല്ല. ഇനിയിപ്പോൾ അതിനെ നോക്കിയിട്ട് നിങ്ങൾ കണ്ണു പൊട്ടിക്കണ്ട. ഒരു പുതിയ പുസ്തകം ഇങ്ങോട്ട് എടുക്കടോ. ചിന്തിക്ക്. ഇങ്ങോട്ട് നോക്ക്, 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 ഇങ്ങോട്ട് നോക്ക്. അതായത് ഖുർആൻ പറഞ്ഞത് യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. യുളില്ലു ബിഹി കസീറ. ഇത് പുതിയ നൂറ്റാണ്ടിൻ്റെ ഒരു വ്യാഖ്യാനം. ഈ വ്യാഖ്യാനത്തിന് സമമായ ഒരു വ്യാഖ്യാനം എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു തൗഫീഖാണ്. ഈ പുസ്തകം ലീവ് എടുത്തിട്ട് വായിച്ചാലും വായിക്കണം. ഇതിന് സമാനമായ ഒരു ഗ്രന്ഥം എൻ്റെതായി പറയല്ല, ഒരു തൗഫീഖ് പറയണ്ടേ? ഇത് പുതിയ കാലത്തെ വ്യാഖ്യാനം. ഈ പുസ്തകം നിർബന്ധമായി നിങ്ങൾ വായിക്കണം. ഇതിൽ എനിക്ക് ലാഭം കിട്ടാൻ വേണ്ടി പറയല്ല. അങ്ങനെയാണല്ലോ. നല്ല അത്ര ഒരാൾ കൊണ്ടുവന്നാൽ ഈ അത്ര വാങ്ങിപ്പോയിക്കൊള്ളിട്ടാ എന്ന് പറയൽ. സുലൈമാൻ മൗലിയുടെ സോപ്പ് തേച്ചോലും കുടുങ്ങി, തേക്കാത്തോലും കുടുങ്ങി, അങ്ങനെ കേട്ടുണ്ട്. ഇതൊരു പുതിയ പുസ്തകം. ഈ പുസ്തകത്തിന് സമാനമായ പുസ്തകം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടായില്ല? അത് അവരുടെ മോശമല്ല, അവർക്ക് അങ്ങനെ നബിയെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഓരോ കാലഘട്ടത്തിലൊരു വിജ്ഞാനം പുറത്തു വരുള്ളൂ. ഈ പുസ്തകം പുറത്തു വന്നിട്ടും ഈ പുസ്തകത്തിലൂടെ നബിയെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നാളെ കുടുങ്ങും. എന്നോടുള്ള അസൂയ കൊണ്ട് പുസ്തകം വായിക്കാതിരിക്കരുത്. ഞങ്ങൾ ലീഗും കോൺഗ്രസും ഒന്നല്ല, അപ്പം എന്നോട് ദേഷ്യം ഉണ്ടാവും. അല്ലാന്നും അല്ല, നാണൊന്നും അല്ല. ഞാൻ എന്താന്ന് എനിക്കെന്നെ അറിയില്ല, അതാണ് എൻ്റെ വിഷയം. അപ്പം ആ ദേശത്തിൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കാതിരിക്കും. ഇത് പുതിയ കാലത്ത് പുസ്തകമാണ്, നിർബന്ധമായി വായിക്കണം. പുതിയ യൂത്ത് വായിക്കണം. ഈ പുസ്തകം വായിച്ച ഒരു കുട്ടി നിരീക്ഷിച്ചിട്ട് മതിയാവില്ല, ഉറപ്പാ. എന്തുകൊണ്ട്?
ഇതിൽ മുഹമ്മദ് എന്ന പേര് പറയുന്നത് 136-ാമത്തെ പേജിൽ, or 133 or 136, 136-ാമത്തെ പേജിലാണ് ഇത് മുഹമ്മദ് എന്ന പേര് പോലും പറഞ്ഞു. അതെ, 137 137 മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പുസ്തകം. ആകെ പുസ്തകം എത്ര പേജാ? 309 പേജ്. അത്രയേ ഉള്ളൂ. ആകെ 309 പേജ്. ഇതിൽ മുഹമ്മദ് എന്ന പേര് പറയുന്നത് 137-ാമത്തെ പേജിൽ. അള്ളാഹിന്റെ ഹബീബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയ പുസ്തകമാണ്. ഇനി ഈ പുസ്തകം ഒന്നുകൂടി എഴുതണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് നടക്കൂല, കഴിയില്ല. ഒരു നിലക്ക് എന്താ നടന്നതെന്നും എനിക്കറിയില്ല. ഞാൻ ഈ പുസ്തകം നിങ്ങൾ വാങ്ങണമെന്നോ വായിക്കണമെന്നോ എന്ന് പറയുമല്ല. നിങ്ങൾ വായിക്കണം, അത് വേറെ എൻ്റെ ഒരു ആഗ്രഹം. എന്തുകൊണ്ട്? നബിയെ മനസ്സിലാക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനസ്സിലാക്കിയതുപോലെ ഈ നൂറ്റാണ്ടിൽ മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി 10-20 കൊല്ലം കഴിഞ്ഞാൽ വേറെ നിലക്ക് മനസ്സിലാക്കേണ്ടി വരും. ഓരോ കാലഘട്ടത്തിലെയും അഇമ്മത്ത് ഓരോ കാലത്തും വേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പുതിയ കാലത്ത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയാവൂല. കാരണം ലോകം മുഴുവനും ഇന്നൊരു ഗ്ലോബൽ വില്ലേജ്. ഉള്ള പണി നിർത്തിവെച്ചിട്ടും 1 ആഴ്ച 2 ആഴ്ച ഈ പുസ്തകമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറയാറുണ്ട്, നിങ്ങളെല്ലാ ദിവസവും ഉറങ്ങണതിന് മുമ്പ് ഒരു 4 പേജെങ്കിലും വായിക്കാതെ കിടക്കരുത് ഈ പുസ്തകം. എനിക്ക് തന്നെ വേറെ കുറേ പുസ്തകങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ വായിക്കും വേണ്ട, ഈ പുസ്തകം വായിക്കണം. എന്തുകൊണ്ട്? ദീൻ മുഹമ്മദാണ്. ഈ മുഹമ്മദിയത്തിലൂടെ ഖുർആനിലേക്ക് വരണം. ഇങ്ങോട്ട് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കുന്ന സിദ്ദീഖിലൂടെ അല്ലേ? സിദ്ദീഖിലൂടെയാണല്ലോ ഒരു പുതിയ നാമം വരുന്നത്. മിനൻ നബിയീന വസിദ്ദീഖീൻ അല്ലേ? പറ മിനൻ നബിയീന ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസന ഉലൈക റഫീഖ അല്ലേ? പറ അങ്ങനെയല്ലേ? അപ്പോൾ ഒരു പുതിയ ജനത വരികയാണ്, ഒരു പുതിയ നാമം വരികയാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നാമം വരുന്നതാണ് സിദ്ദീഖീൻ. ഇത് മിഅ്റാജിന്റെ പകലിൽ വന്ന പേരാണ്. ഫഅൻത സിദ്ദീഖ്. എല്ലാ മുഹദ്ദിസുകളും അത് ഉദ്ധരിക്കുന്നുണ്ട്. മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞ സംഭവം പുണ്യ റസൂൽ പിറ്റേന്ന് പ്രഭാതത്തിൽ കഅബാലയത്തിന്റെ അടുത്തിരിക്കുക. അപ്പോൾ അബൂജഹൽ ചോദിച്ചു, ഹൽ ബിൻ ഖബറിൻ ജദീദ്, പുതിയത് എന്തെങ്കിലും ഉണ്ടോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? കളിയാക്കാൻ വേണ്ടി ചോദിക്കാണ്. ഉണ്ട്. എന്ത്? ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ യാത്ര പോയി വന്നു. അപ്പോൾ അബൂജഹൽ ചോദിച്ചു, ഇൻ ജിഅതു ബിഖൗമിക് വഅൻത തുഖ്ബിറു ബിഹാദൽ ഖബരി അല്ലദീ അഖ്ബർതനി ഖൗമക്. നീ ഇപ്പം എന്നോട് പറഞ്ഞ ഈ വർത്താനം ഞാൻ എൻ്റെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ അവരോട് പറയൂ? ഞാൻ പറയും. അപ്പോൾ അബൂജഹൽ ഓടിപ്പോയിട്ട് മക്ക പട്ടണത്തിൽ നിവാസി അതിരാവിലെ വെളുത്തിട്ടേ ഉള്ളൂ, സുബഹിസ്കാരൊന്നുമില്ലല്ലോ, ജനങ്ങൾ ടൗണിലേക്ക് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. റസൂലുള്ള കഅബാലയത്തിന്റെ അടുത്തിരിക്കുന്നുണ്ട്. നിങ്ങളിന്റെ കൂടെ അല്ലേ? വളരെ ചിന്തിക്കണം, ചിന്തിക്കന്നെ വേണം. ഇത് ചിന്തിക്കാൻ പിഴവ് പറ്റിപ്പോയി. സമുദായത്തിന് പിഴവ് പറ്റി, വലിയ പിഴവ് പറ്റിയത്. റസൂൽ അങ്ങനെ ഇരിക്കുക. അപ്പൊ അബൂജഹൽ വന്ന് ചോദിച്ചു, ഹൽ മിൻ ഖബറിൻ ജദീദ്, എന്തേലും പുതിയ പറയാനുണ്ടോ മുഹമ്മദേ? ഉണ്ട്. എന്ത്? ഞാൻ ഇന്നലെ എങ്ങനെയൊക്കെ യാത്ര പോയി. 1 മാസത്തെ വഴിദൂര ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അപ്പോൾ ചോദിച്ചു, وأنت تخبر بهذا الخبر إن جئت بقومك الذي أخبرتني به. നീ മുഹമ്മദേ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ എന്നോട് പറഞ്ഞ വാക്ക് താങ്കളുടെ ജനതയെയും കൊണ്ട് ഞാൻ വരികയാണെങ്കിൽ അവരോട് പറയുമോ? ഞാൻ പറയും. അപ്പോൾ അബൂജഹൽ ഓടിപ്പോയിട്ട് നബിയെ വിശ്വസിച്ചു എന്നുള്ള ആളുകളെ കൊണ്ടുവന്നു. മക്ക നിവാസികളെല്ലാം ആ ഒരു വലിയ ജനത, ആണും പെണ്ണും കഅബാലയത്തിന്റെ പരിസരത്ത് അതിരാവിലെ എത്തിച്ചേർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആളാണല്ലോ അബൂഹക്കമ വിളിക്കുന്നത്, ഏതോ ആളല്ല. എല്ലാവരും ഓടി വന്നു. അപ്പോൾ
തുഖ്ബിർ ബി അല്ലദീ അഖ്ബർതനി, നീ എന്നോട് ഇപ്പൊ പറഞ്ഞ ആ കാര്യം ഇവരോടൊന്ന് പറ. അപ്പൊ അതിൽ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ അടക്കമുണ്ട്. ഇതിങ്ങനെ പറയുന്നതോടുകൂടെ അബൂജഹൽ ചിരിക്കാൻ തുടങ്ങി, അബൂജഹലിന്റെ ആളുകളും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ജുനൂനുൻ ജുനൂനുൻ, ഭ്രാന്തല്ലേ 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 ഭ്രാന്തല്ലേ. ഇസ്ലാം, അപ്പോൾ 13 ആളുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇത് ഭ്രാന്താണ്. ഒരാൾ പറയാണ് 1 മാസത്തെ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസ്, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് 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 മഹാ കാണാൻ മറയത്തുള്ള ലോകത്തേക്ക് പോയി ഞാൻ വന്നു എന്ന് പറയാം. ഒരാൾ പറയാ. അപ്പോ നബിയെ വിശ്വസിക്കുന്ന ആളുകൾ ഉദാഹരണം അവര് നബി ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവർ നബിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടാകാം. മർദ്ദിതരായ ആളുകളെ സഹായിക്കുന്ന ആളാണ്, അടിമകളോട് സ്നേഹവായ്പ കാണിക്കുന്ന ആളാണ്, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്ന ആളാണ്. ഒരാളെ പല നിലക്ക് മനസ്സിലാക്കാലോ. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് അതുവരെ കൂടിയത്. പലരും, കുറഞ്ഞ ആളെ കൂടിയിട്ടുള്ളൂ. അതിൽ 13 ആള് ആ സദസ്സിൽ മുർത്തദ്ദായി, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇസ്ലാം അതിൽ ചില ആളുകൾ അബൂബക്കർ സദസ്സിലില്ല, അബൂബക്കർ നിർത്തേക്ക് പോയി. അബൂബക്കർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരാവും എന്ന് പറഞ്ഞു. ആര്? അബൂബക്കർ. അപ്പൊ അവർ ചിരിച്ചു. അപ്പോൾ പറഞ്ഞു എന്റെ വാക്കേട്ട് നിങ്ങൾക്ക് എന്തിനാ ആശയം? ليلا ونهارا أكبر مما ذلك يأتيه خبر من السماء من الله الأعلى إليه حينا بعد حين ليلا ونهارا. ഈ മനുഷ്യന് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള ലോകത്ത് നിന്ന് രാവും പകലും കിട്ടുന്നത് ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഈ ആള് കുറച്ച് ദൂരം പോയാൽ എനിക്കെന്താ പ്രശ്നം? എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ആളുകൾ അത്ഭുതപ്പെട്ടു. സിദ്ദീഖേ, ഇത്തരം ഭ്രാന്ത് പറഞ്ഞിട്ട് നീ വിശ്വസിക്കണോ? അപ്പോൾ പറഞ്ഞു കൈപ്പല ഉസദ്ദീഖു, ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? വഅന ഉസദ്ദീഖുഹു അഖ്ബറ മിമ്മാ ദാലിക് യഅതീഹി വഹ്യു മിനല്ലാഹി ലൈലൻ വനഹാറ. രാവും പകലും അല്ലാഹുവിൽ നിന്ന് മിനല്ലാഹിൽ അഅല, ഉന്നതനായ ദൈവം തമ്പുരാനിൽ നിന്ന് സദാസമയവുമുള്ള മെസ്സേജുകൾ ഈ മനുഷ്യന് വരുന്നത് എപ്പോഴും ഞാൻ കേട്ട് കൃത്യമാക്കി വെക്കുന്ന ആളല്ലേ. എനിക്കിതെന്താ വിഷയം? ആളുകൾ പിരിഞ്ഞപ്പോൾ കഅബയുടെ പരിസരത്ത് ഹബീബ നബിയുണ്ട്. സിദ്ദീഖ് അങ്ങോട്ട് ചെന്നു. അപ്പോൾ പറഞ്ഞു നബിയെ, സിഫ്ലി, നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ കാര്യമൊക്കെ എനിക്കൊന്ന് പറഞ്ഞേരി. ഓരോ വാക്ക് നബി പറയുമ്പോഴും സിദ്ദീഖ് പറഞ്ഞുകൊണ്ടേയിരുന്നു സദഖത 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 സദഖത. മനസ്സിലായില്ല? ഇന്നലെ രാത്രി കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ആര് വിശദീകരിച്ചു? ഓരോ സെന്റൻസ് കഴിയുമ്പോഴും അബൂബക്കർ എന്ത് പറയും? സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യാണ്, നിങ്ങൾ പറഞ്ഞത് സത്യാണ്. പറഞ്ഞു തീർന്നപ്പോൾ ഹബീബ നബി പറഞ്ഞു ഫഅൻത സിദ്ദീഖ്, താങ്കൾ തന്നെയാണ് സിദ്ദീഖ്. അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സിദ്ദീഖീൻ. ഈ സിദ്ദീഖ് ഹാഫിദുൽ ഖുർആൻ അല്ല. മനസ്സിലായില്ല? ഈ സിദ്ദീഖ് ആരല്ല? നമ്മൾ ഏറ്റവും ബഹുമാനിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടരാണല്ലോ. ആര്? പറ. ഹാഫിളീങ്ങൾ. ഈ ഹാഫിളീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ആര്? പറ. സിദ്ദീഖ്. രാവും പകൽ നിസ്കരിക്കുന്ന ആളോ അല്ല. വിതർ നേരത്തെ നിസ്കരിക്കും. എന്തുകൊണ്ട്? ഉറങ്ങിയാ പിന്നെ എണീറ്റില്ലെങ്കിലോ? നമ്മൾ അങ്ങനെയല്ലേ. നമ്മൾ തഹജ്ജുദ് തന്നെ അലാറം വെച്ച് എണീറ്റ്. നമ്മളിപ്പോ സിദ്ദീഖ് പോയിട്ട് ഒരാപ്പ് പോയിട്ടില്ല. മനസ്സിലായില്ല? നമുക്ക് എണ്ണാൻ പറ്റും. എണ്ണും. നമ്മൾ നിസ്കരിച്ച നിസ്കാര മാസത്തിൽ എങ്ങനെ എണ്ണി കണക്കൂട്ടും? സിദ്ദീഖ് ചിന്തിക്കും. അപ്പൊ എന്താ അവിടെ പ്രശ്നം? കാര്യം മനസ്സിലാക്കണം. മുഹമ്മദിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ടാൽ അയാൾ ലോകത്തിന് മുഴുവനും ഒരു മഹാനായ വ്യക്തിയായിരിക്കും. ഖുർആൻ അവന് തോന്നിയ പോലെ കളിക്കാം.
ഇന്നക ലഅലാ ഖുലുഖിൻ അളീം.